ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ മക്കളെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞമ്മക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്, മറക്കരുതേ. അപ്പോൾ അതാ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ അടുക്കളയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ആദ്യം തന്നെ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെക്കാതെ പുറപ്പാടില്ല. അപ്പോൾ അടുപ്പിലെ വെണ്ണൂറൊക്കെ ഒന്ന് കോരി കൊടുക്കണുണ്ട്. എന്നൊന്നും കോരലില്ല കേട്ടോ. 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഉള്ളൂ കോരിയെടുക്കൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കോരിയെടുത്ത് പിന്നെ അവിടെ ഒന്ന് തുടച്ച് നേരാക്കിട്ടോ. വെണ്ണൂറൊക്കെ അങ്ങനെ പാറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നേരാക്കിയിട്ട് തീ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കത്തിച്ചൊക്കെ അതിന് ശേഷം ഞാൻ കുറച്ച് കൂർക്കൊക്കെ തച്ച് തൊലിയൊക്കെ ഇതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അരിക്കുള്ള വെള്ളമൊക്കെ ചൂടായിരുന്നു. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ ഇനി കൂർക്ക നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായയും കടിയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അത് കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേക്ക് പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം കൂർക്ക ഇത് തൊലി കളഞ്ഞ് നുറുക്കിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ വേഗം ഉണ്ടല്ലോ, പുട്ടും പഴമാണ്. അപ്പോൾ ഞാനിത് നുറുക്കി എടുത്തിട്ട് പിന്നെ കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളെ നമ്മളെ കൂർക്കൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ലൊരു പണിയാണ് കിട്ടിക്കണത്. അപ്പോൾ അതാ നമ്മളിന്ന് കുക്കറിലാണ് കേട്ടോ കൂർക്ക വെക്കണത്. ചോറൊക്കെ വെന്ത് പിന്നെ അടുപ്പത്തൊക്കെ വെക്കുമ്പോൾ കുട്ടികൾക്ക് പോകുമ്പോഴത്തേന് ആവില്ലല്ലോ. അപ്പോൾ പിന്നെ വേഗം കുക്കറിലാണ് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൂർക്കൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഊറ്റി കൊടുക്കുകയാണ്. അപ്പോൾ മക്കളെ നമ്മളെ കൂർക്കൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരാൾ കൂർക്ക പറിച്ചിരുന്നു. അപ്പോൾ അവിടുന്ന് 5 കിലോ വാങ്ങിയതാണ്. അപ്പോൾ അത് കിട്ടിയേക്ക് ഇന്നലെയാണ് വാങ്ങിയത്. അപ്പോൾ പിന്നെ അത് കിട്ടിയപ്പോൾ ഒന്ന് രാവിലെ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എന്നാൽ രാവിലെ ഒരു സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേന് പേര് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ രാവിലെ തന്നെ ഇതിന് തിരിഞ്ഞിക്കണത്. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ചോറൊക്കെ ഉച്ചച്ച് പേരിയൊക്കെ ആയിട്ട് പിന്നെ കേട്ടോ മുറ്റടിക്കാനൊക്കെ ഇറങ്ങിക്കണമെന്ന് മുറ്റത്ത് ഇല ഉണ്ടാവും, റബ്ബറിൻ്റെ ഇല ഉണ്ടാവും. അപ്പോൾ പിന്നെ അടിക്കാതിരുന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല. മുറ്റടിക്കാതിരുന്നാലും ദിവസം അത് അടിക്കണം. അപ്പോൾ ഞാനതാ മുറ്റമൊക്കെ അടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ സിറ്റൗട്ടൊക്കെ അടിച്ചൊരു തുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് ഇനി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് കഴിച്ച് പോവാലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെ സിറ്റ് ഔട്ട് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലക്കത്തെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കിയതും കുടിച്ചതും പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് ഉപ്പേരിയൊക്കെ കഴിക്കണമല്ലോ. ഇനി മീനുണ്ട് കേട്ടോ, മീൻ പൊരിക്കണം. അപ്പോൾ മീനൊന്നും കഴുകി എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഇനി കഴുകിയെടുക്കാണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാലത് കഴുകി വെക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ പാത്രമൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പും വീതനൊക്കെ തുടച്ച് നേരാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇതൊക്കെ തന്നെ കേട്ടോ അധികം ഉണ്ടാവുള്ളൂ. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലത്തെ പണികൾ, നമ്മളെ കുക്കിങ്, സാധാരണ നോർമൽ ഭക്ഷണങ്ങളൊക്കെ തന്നെ കേട്ടോ. നല്ല അടിപൊളി ഫുഡുകളും അടിപൊളി പാത്രങ്ങളും അടിപൊളി വീട് അടിപൊളിയല്ല എന്നല്ല, നമുക്കിത് എത്രയോ വലിയ തന്നെയാണ് നമ്മളെ ഈ വീട്. അപ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങൾ, ഫുഡുകൾ, നല്ല ഇപ്പോഴത്തെ വെറൈറ്റി ഫുഡൊന്നും നമ്മൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ സാധാ കൂട്ടാനും കറികളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ സാധാരണ കുടുംബമാണ്. അപ്പോൾ പിന്നെ യാത്രകളും അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ വീട്ടിലെ പണികൾ കൊടുത്ത് കുട്ടികളെയും മക്കളെയൊക്കെ നോക്കി ഇരിക്കുക എന്നല്ലാതെ
അപ്പോൾ നമ്മൾ ചെയ്യണതൊക്കെ തന്നെയല്ലേ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ യാത്രകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനൊന്ന് കടയിലേക്ക് പോവുക അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ 2 മാസമോ 2.5 മാസമോ കൂടുമ്പോൾ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകും, അത്രയുള്ള യാത്രകൾ തന്നെ ഉള്ളൂ. അല്ലാത്ത യാത്രകളൊന്നും ഞമ്മക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് പിന്നെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ മീനൊക്കെ നന്നാക്കി എടുത്ത് മീനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എനിക്കൊരു പണി കിട്ടി കേട്ടോ. ഞാൻ വേപ്പിൻ്റെ ഇല കഴുകി പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എണ്ണ ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല പൊട്ടിത്തെറിച്ച് ഗ്യാസുമ്മക്കൂടെയൊക്കെ എണ്ണ പൊട്ടിത്തെറിച്ച് നല്ല പണി എടുക്കാനായി ഇനി ആദ്യമൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ മീനൊക്കെ ഓരോന്ന് ചട്ടിക്ക് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം. എന്നാൽ പിന്നെ ഇന്നത്തെ ക്ലീനിങ് അതിൻ്റെ ഇടയിൽ കൂടി ഉള്ളിലൊക്കെ അടിച്ചോരും തുടക്കമൊക്കെ ചെയ്യണുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി അതൊക്കെ നടക്കണുണ്ട്. അപ്പോൾ ഞാൻ മീനൊക്കെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കറി ഇന്നലെ മീൻ കറി ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അത് കുറച്ചുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാൻ ഇതൊക്കെ കേട്ടോ. ഇന്നലത്തെ മീൻ കറി, പിന്നെ മീൻ പൊരിച്ചത്, കൂർക്കപ്പേരി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ നല്ലൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.